എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീണ്ടും കളിക്കാൻ പോവാണ് ഗ്രാനി ചാപ്റ്റർ 1. ഈ ഗെയിം ഞാൻ മുന്നേ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 തരം എസ്കേപ്പ് ഉണ്ട്. അതിലൊരെണ്ണം ഡോർ എസ്കേപ്പ്, പിന്നെ കാർ എസ്കേപ്പ്, അതിനുശേഷം ഒരു സീവർ എസ്കേപ്പും കൂടി ഉണ്ട്. ഈ 3 എണ്ണത്തിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് ഗ്രാനി ചാപ്റ്റർ 1 എക്സ്ട്രീം മോഡാണ്. ഇതിലെന്താ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഇതിൽ പറയണത് ഗ്രാനി മൂവ്സ് ഫാസ്റ്റർ ദാൻ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനി നമ്മളെക്കാളും സ്പീഡിൽ ഓടുന്നു. പിന്നെ 2 എക്സ്ട്രാ ലോക്ക് ഉണ്ട്. ഡാർക്കർ മോഡിസ് ഓണ്. ഗ്രാനിയുടെ വീട്ടിൽ മൊത്തം ഇരുട്ടാന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കളിച്ച് നോക്കി നോക്കാം. എനിക്കിത് ഈസി മോഡിൽ തന്നെ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. കുറേ വട്ടം കളിച്ചിട്ടാണ് അതെങ്കിലും പാസ്സാവാറ്. ഈ എക്സ്ട്രീം മോഡിൽ ഇനി ഞാൻ എന്തുകൊണ്ടാണോ ചെയ്യാൻ പോണേ. ഇവിടെ അങ്ങനെ ഡേ 1 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ പതുക്കെ കിടക്കാന്നൊക്കെ എണീറ്റു. ഈ റൂം മൊത്തം ഇരുട്ടാണല്ലോ. അയ്യോ, എനിക്ക് കണ്ണ് കാണാനില്ല. ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്, നമുക്കത് എടുക്കാം. ഈ ബുക്ക് നമുക്ക് എടുക്കാം, അത് ആവശ്യം വരും. ഇതിനു മുൻപ് ഞാൻ സീവർ എസ്കേപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബുക്ക് എവിടെയോ ഉപയോഗിക്കും. ആ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഗ്രാനി എവിടെ നിന്നാണോ വരിക? ഇത് എവിടെ നിന്ന് വന്ന്? അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാനി നമ്മളെക്കാളും സ്പീഡിൽ ഓടുന്നു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ കളിക്കുക? ഇതിപ്പോൾ ഭയങ്കര പാടാണല്ലോ. ഇവിടെ അങ്ങനെ ഡേ 2 ആയി. നമ്മളങ്ങനെ വീണ്ടും കിടക്കാന്നൊക്കെ എണീറ്റു. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് നോക്കിയും കണ്ട് കളിക്കാം. അധികം സൗണ്ട് ഉണ്ടാക്കാണ്ട് നോക്കണം. ഗ്രാനി, വേർ ആർ യു? വേഗം ചാട്ടറാ. ഓ, ജസ്റ്റ് മിസ്. ഗ്രാനിൻ്റെ തൊട്ട് പിന്നാലെയാവും. അതിപ്പോൾ ഇതിൽ കൂടെ വരും തോന്നുന്നുണ്ട്. ഇവിടെ ഗ്രാനി ഡോർ തുറക്കണ സൗണ്ട് കേൾക്കാണ്ട്. നമുക്കിനി നൈസായിട്ട് അപ്പുറത്തേക്ക് ചാടാം. ഇനി സീനൊന്നും ഇല്ലാന്ന് വിചാരിക്കണു. അയ്യോ, ഗ്രാനി ഇത് വരുന്നു. തിരിഞ്ഞു ഓടറാ, ഓടറാ. ഓക്കെ, ഇവിടെ അങ്ങനെ ഡേ 3 ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഗ്രാനി അവിടെ നിന്ന് വരാമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കി. എന്ത് പണിയാണ് ഞാൻ കാണിച്ചേ? ഒരു ബെഡിൽ ഒളിച്ചിരിക്കാം. എന്തുവാടാ, ആ ബെഡിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാൻ പോലും ടൈം തരുന്നില്ല. ഈ ഗ്രാനി ജെറ്റ് പോണ പോലെ പോണേ. ഓക്കെ, ഇവിടെ അങ്ങനെ ഡേ 4 ആയി. നമ്മുടെ സ്ക്രീനിൽ നിറച്ച് ബ്ലഡാണ്. നമുക്കിനി എങ്ങോട്ടാണ് പോകണ്ടേ? നേരെ പോണ അടിയിലേക്ക് പോണ? ഭയങ്കര കൺഫ്യൂഷൻ. ഇതേ ഗ്രാനി വരുന്നു. ഇവിടുത്തെ ബെഡിൽ ഒളിച്ചിരിക്കാം. വേഞ്ചല്. എന്തുവാടത്? എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല കേട്ടാ. റൂമിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം അടിയാ. ഓക്കെ, ഇവിടെ അങ്ങനെ ഡേ 5 ആയി. ഇത് പിന്നെ ലാസ്റ്റ് ഡേ ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഗ്രാനി നമ്മളെ കൊന്നു കളയും. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല. ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പോവാ. ഒരു ശബ്ദം ഉണ്ടാക്കണില്ല. എനിക്ക് ഗ്രാനി നമ്മളെ പിടിക്കുമെന്ന് നോക്കട്ടെ. എനിക്കൊന്ന് കാണണം. ചേട്ടാ, വെറുതെ നിന്നാലും വെറുതെ കൂടില്ലേ? ശരി എന്നാ. ഇവിടെ അങ്ങനെ 5 ചാൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 100 സംഭവിക്കാൻ പോണേ. നമുക്കൊന്ന് നോക്കി നോക്കാം. ഗ്രാനി ഇപ്പോൾ നമ്മളെ എവിടെ കെട്ടിയിട്ടേക്കാണ്. ഇത് ഗാരേജാന്ന് തോന്നുന്നുണ്ട്. മുമ്പിൽ കാറൊക്കെ ഇരിക്കുന്നുണ്ട്. ഓ, ഗ്രാനി കാറിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാനുള്ള പരിപാടിയാണോ? ഹായൊക്കെ കാണിക്കണു. അയ്യോ ഗ്രാനിയെ, എന്നൊന്നും ചെയ്യില്ല ഗ്രാനിയെ. ഞാനൊരു പാവാണ് ഗ്രാനിയെ. എന്നെ വെറുതെ വിട്ടേക്ക ഗ്രാനിയെ. ശരി എന്നാ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.